ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവവചന ധ്യാനത്തിനായി നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. ഇന്ന് നാം പ്രത്യേകമായിട്ട് ധ്യാനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ചർച്ച്, ദ വേ ഓഫ് ക്രൈസ്റ്റ്, സെലിബ്രേഷൻ ഓഫ് ലവ് എന്നുള്ളതാണ്. സഭ ക്രിസ്തുവിൻ്റെ മാർഗം, സ്നേഹത്തിൻ്റെ ആഘോഷം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ധ്യാനത്തിനായിട്ട് തന്നിരിക്കുന്ന പ്രത്യേക വിഷയം. ഇൻ റിലേഷൻ വിത്ത് മാർത്തോമ ചർച്ച് ഡേ, we are going to meditate this special theme, church, the way of Christ, celebration of love. So I have already read the gospel portion which been decided for today's gospel. That is gospel according to Saint John chapter 14 verses commencing from 1 through 7. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 7 വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷ ഭാഗമായിട്ട് വായിച്ചത്. So John 14 is spoken by Jesus during the Last Supper, immediately after he foretells his departure, Judas' betrayal, Peter's denial, and leaving the disciples deeply troubled. So in response to their fear and confusion, Jesus offers comfort. തൻ്റെ അവസാന നാളുകളിൽ കർത്താവ് അരുളി ചെയ്ത വാക്കുകളാണ് ഈ സുവിശേഷ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വേർപാട് ശിഷ്യ സമൂഹത്തിനുണ്ടാക്കാൻ പോകുന്ന ദുഃഖവും വേദനയും വളരെ വലുതാണ് എന്ന് മനസ്സിലാക്കി ആശ്വാസത്തിൻ്റെ വചനമാണ് കർത്താവ് ഇതിൽ കൂടെ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. സാധാരണ നമ്മൾ മിക്കവാറും വേദനകളൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ, വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു വലിയ ഭാഗമാണല്ലോ ഈ വേദഭാഗം. അതുകൊണ്ട് calling to trust in God and in Him. ഏത് പ്രയാസങ്ങളുടെയും കൺഫ്യൂഷൻസിൻ്റെയും വേദനകളുടെയും നടുവിൽ ഏതൊരു വിശ്വാസിക്കും അവനിൽ ആശ്രയിക്കണമെന്നും അങ്ങനെ ദൈവത്തിങ്കലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാൽ നമുക്ക് ആശ്വാസം കണ്ടെത്തും എന്നും ഈ വേദഭാഗത്തിലൂടെ കർത്താവ് ഉദ്ബോധിപ്പിക്കുകയാണ്. ആൻഡ് ഹി ദെൻ റിവീൽസ് ഹിംസെൽഫ് as the way, the truth and the life. He is the way, He is the truth and He is the life. He revealed that ultimate truth to His beloved disciple. Don't worry, I am the way, I am the life and I am the truth. John 14 verse 2 says, അതാണ് ഞാൻ ഇന്ന് പ്രധാനമായിട്ടും ധ്യാനത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കുറിവാക്യം ഈ ഗോസ്പൽ പോർഷനിൽ നിന്ന്. 14:2. ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് ആർ മെനി റൂംസ്. അല്ലേ, അതിൻ്റെ 2ാമത്തെ വാക്യം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. ജീസസ് സ്പീക്സ് നോട്ട് അബൌട്ട് എ ഡിസ്റ്റന്റ് ഹെവൻ അലോൺ, but about the loving communion of God. ദൈവത്തിൻ്റെ വാസസ്ഥലം എന്താണ്? ഏതോ മരിച്ചു കഴിഞ്ഞ് ചെന്നെത്തുന്ന കാണപ്പെടാത്ത ഒരു സ്ഥലത്തെക്കുറിച്ചല്ല, ജീവിച്ചിരിക്കുമ്പോൾ അറിവില്ലാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചല്ല. ഹിയർ ജീസസ് ക്രൈസ്റ്റ് ക്ലിയർലി സ്പീക്സ് അബൌട്ട് ദ ലവിങ് കമ്മ്യൂണിയൻ ഓഫ് ഗോഡ്. നീ ആയുസ്സോടെ ആരോഗ്യത്തോടെ ജീവനോടെ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ യു ഷുഡ് എക്സ്പീരിയൻസ് ദ റിയൽ കമ്മ്യൂണിയൻ ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ റിയൽ ഹെവൻ ആൻഡ് ദാറ്റ് ഈസ് ദ റിയൽ കിങ്ഡം ഓഫ് ഗോഡ്. ദാറ്റ് ഈസ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്രകാരമുള്ള റൂമിനെ കുറിച്ചാണ് പറയുന്നത്.
ഇന്ന് റൂമുകളൊക്കെ നമുക്കുണ്ടല്ലോ. ഒരു വീട്ടിലുള്ള ഓരോ അംഗങ്ങൾക്കും ഓരോ റൂമുകളുണ്ട് അല്ലേ? ആ റൂമുകൾ പറയുമ്പോൾ ഇന്നാട റൂം എന്നൊക്കെ പറയും. അപ്പം ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ there we are experiencing the real communion of God. ദൈവവുമായിട്ടുള്ള സംസർഗം അനുഭവിക്കുന്ന ഇടമാണ് വാസസ്ഥലം. ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ it indicates Christ centered church. The central point of church is Christ. ക്രിസ്തു കേന്ദ്രീകൃത സഭയെക്കുറിച്ചാണ് ഈ വാസസ്ഥലങ്ങളെന്ന് പറയുന്നത്. ക്രിസ്തുവായിട്ടുള്ള സംസർഗം അനുഭവിക്കുന്ന സഭാജനം, സഭാ മക്കൾ, സഭ, ക്രൈസ്റ്റ് സെൻറ്റേഡ് ചർച്ച്. ഇതിൻ്റെ ഈ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ 5 പ്രത്യേകതകൾ പറഞ്ഞ് ഞാൻ ഇന്നെൻ്റെ ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കും. ഈ ക്രിസ്തുവിൻ്റെ ഈ വാസസ്ഥലത്തിൻ്റെ ഈ റൂംസിൻ്റെ 5 peculiarities. വാട്ട് ആർ ദ 5 peculiarities ഓഫ് ദീസ് റൂംസ്? ഈ വാസസ്ഥലങ്ങളുടെ 5 പ്രത്യേകതകൾ. 1, ഇറ്റ്സ് എ റൂം ഓഫ് അഷ്വറൻസ്. അത് ഉറപ്പിൻ്റെ വാസസ്ഥലമാണ്. ഇറ്റ്സ് എ റൂം ഓഫ് അഷ്വറൻസ്. ഇവിടെ കർത്താവ് പറയുന്നു, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. പേടിയുള്ള ലോകത്തിൽ പലതിനെക്കുറിച്ചും പേടിയാണ്. ഭാവിയെക്കുറിച്ച് പേടി, രോഗത്തെക്കുറിച്ച് പേടി, ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് പേടി. പേടിയുടെ നടുവിൽ മനുഷ്യർ ജീവിക്കുന്ന കാലയളവിൽ, അന്നത്തെ കാലത്തും യേശു കർത്താവിൻ്റെ ജനനത്തിനോടനുബന്ധിച്ചും ജനങ്ങൾ വല്ലാത്ത ഒരു പരിതസ്ഥിതിയിലൂടെയാണ് കടന്നു പോയത്. കർത്താവിൻ്റെ ജനനം അറിയിക്കുന്നത് ഒന്നാമത്തെ ദൂത്, ദ ഫസ്റ്റ് മെസ്സേജ് വാസ് ഡിക്ലെയർഡ്, ഡു നോട്ട് അഫ്രൈഡ്. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ക്രിസ്മസ് മെസ്സേജ്, വിച്ച് വാസ് ദ ഫസ്റ്റ് ക്രിസ്മസ് മെസ്സേജ്. ഡു നോട്ട് ഫിയർ, പേടിക്കേണ്ട, ഭയപ്പെടേണ്ട എന്നുള്ളത്. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയാനായിട്ട് ശ്രമിക്കുകയാണ്, ഡു നോട്ട് ലെറ്റ് യുവർ ഹാർട്ട്സ് ബി ട്രബിൾ. ഫിയർ ഈസ് റീപ്ലേസ്ഡ് ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ആങ്സൈറ്റി ഈസ് റീപ്ലേസ്ഡ് ബൈ ഹിസ് അഷ്വറൻസ്. പേടികളുള്ള ജീവിത സാഹചര്യത്തിൽ, ആശങ്കയുള്ള ജീവിത സാഹചര്യത്തിൽ അവൻ നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ് ആ വാസസ്ഥലം. So how can a church celebrate his love? A church can celebrate his love by offering comfort to the troubled hearts. ദൈവം നമുക്ക് വാഗ്ദാനം തന്നിരിക്കുന്ന ഈ ആശ്വാസം നാം അനുഭവിച്ചവരാണെങ്കിൽ അപ്രകാരം ദുഃഖിക്കുന്നവരെ നാമും ആശ്വസിപ്പിക്കണം. There are 2 sadder hearts than you. Go and comfort them. That will comfort you. You are the part and parcel of church. Then you have a prime responsibility, that is to share that assurance of hope to others. പേടിക്കണ്ട, നിൻ്റെ ഈ വേദനയിൽ നിനക്ക് ആശ്വാസം ലഭിക്കും. നല്ല വാക്കുകൾ പറയുക, ആശ്വസിപ്പിക്കുക. കർത്താവ് തരുന്ന ഈ ഉറപ്പ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. In that way we can celebrate the love of Christ. Church can celebrate the love of Christ by offering comfort to the troubled hearts. അതുകൊണ്ട് ഈ വാസസ്ഥലം ഒരു ഉറപ്പിൻ്റെ വാസസ്ഥലമാണ്. ഏത് പേടി വരട്ടെ, ഏത് രോഗം വരട്ടെ, ഏത് പ്രയാസം വരട്ടെ, ഏത് ബുദ്ധിമുട്ട് വരട്ടെ, ഞാൻ നിന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്ന ഒരു ഉറപ്പ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറയുന്ന ഒരു ഉറപ്പ്. പ്രയാസങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുമ്പോൾ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളുവീൻ എന്ന് അരുളി ചെയ്യുന്നവൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഒരുറപ്പ്. ദ റൂം ഓഫ് അഷ്വറൻസ്, ഉറപ്പിൻ്റെ വാസസ്ഥലം. ആർക്കും തരാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിൽ നാം ആശ്രയിക്കുന്ന നമ്മുടെ സമ്പത്ത് നമുക്ക് ഉറപ്പ് തരികയില്ല, ഗ്യാരണ്ടി തരികയില്ല. പ്രിയപ്പെട്ടവർ നമുക്ക് ഗ്യാരണ്ടി തരില്ല. നമ്മൾ ഏതാണ്ടൊക്കെ ആണോ എന്ന് ചിന്തിച്ചാൽ അതൊന്നും നമുക്ക് ഉറപ്പ് തരികയില്ല. ഒക്കെ താൽക്കാലികമാണ്. ഓൺലി ഗോഡ് ക്യാൻ പ്രൊവൈഡ് ദ റിയൽ അഷ്വറൻസ്, റൂം ഓഫ് അഷ്വറൻസ്, ഉറപ്പിൻ്റെ വാസസ്ഥലം. 2, ഇറ്റ്സ് എ റൂം ഓഫ് ബിലോങ്ങിങ്. അത് അംഗീകരണത്തിൻ്റെ വാസസ്ഥലമാണ്. എത്ര പിന്തള്ളപ്പെട്ടവനും അവിടെ ചെന്നാൽ ഒരു സ്ഥലം ലഭിക്കും.
irrespective of your various aspects which you have in this world, you will get a place there. ഒന്നും ഈ ലോകപ്രകാരമുള്ള പല വേർതിരിവുകളും കാറ്റഗറീസും ഒക്കെ കാണും. ലോകം പറയും വേർതിരിക്കാൻ, മനുഷ്യരെ മനുഷ്യരുമായിട്ട് വേർതിരിക്കാൻ ലോകം പലതും സൃഷ്ടിക്കും. സഭകൾ തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, വ്യക്തികൾ തമ്മിൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു, പലതിൻ്റെയും പേരിൽ മനുഷ്യർ വെട്ടിമുറിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഈ കർത്താവിൻ്റെ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇറ്റ്സ് എ റൂം ഓഫ് ബിലോങ്ങിങ്. അവിടെ നമുക്കൊരു അംഗീകാരമുണ്ട്, അവിടെ നമുക്കൊരു അംഗീകരണം ലഭിക്കുന്ന ഒരു വാസസ്ഥലമാണ് കർത്താവിൻ്റെ വാസസ്ഥലം. ഇവിടെ കർത്താവ് പറയുന്നു, there are many rooms. What is the meaning that? അനേക വാസസ്ഥലങ്ങളുണ്ടെന്ന് പറയുമ്പോൾ no one is excluded from that room. ഈ ലോകത്തിൽ മനുഷ്യർ മാറ്റി നിർത്തിയാലും ആരും ആ വാസസ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്നില്ല. ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ ഈ ലോകത്തിലെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഈ ലോകത്തിലെ മറ്റൊന്നിനോ സാധ്യമല്ല. എൻ്റെ ദുഃഖങ്ങൾക്കോ വേദനകൾക്കോ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതാപങ്ങൾക്കോ മോടികൾക്കോ എൻ്റെ ചിന്തകൾക്കോ ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ മാറ്റി നിർത്താനായിട്ട് സാധ്യമല്ല. നോ വൺ ഈസ് എക്സ്ക്ലൂഡഡ്. ഇറ്റ് റിവീൽസ് the inclusive nature of God's love. God is always welcoming everyone. എല്ലാവരെയും ദൈവം സ്വാഗതം ചെയ്യുന്നു, കർത്താവ് സ്വാഗതം ചെയ്യുന്നു അവൻ്റെ സംസർഗത്തിലേക്ക് എന്ന് വെളിവാകുന്നതാണ്. അത് അനേക വാസസ്ഥലങ്ങളുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളത്തക്ക രീതിയിൽ ഞാൻ സഫിഷ്യൻ്റാണ്, എനിക്കുണ്ട്. ഐ ഹാവ് മെനി റൂംസ്. എൻ്റെ ദൈവത്തിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, എല്ലാവരെയും ഉൾക്കൊള്ളാം. ചിലപ്പോൾ പ്രിയപ്പെട്ടവർ നമ്മളെ മാറ്റി നിർത്തും, ചിലപ്പോൾ ലോകർ നമ്മളെ വേർതിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്കൊരിടം ഉണ്ട്, ആ റൂം ഓഫ് ബിലോങ്ങിങ്. ചർച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് ബോഡി, ചർച്ച് ഈസ് എ പബ്ലിക് ബോഡി. ചർച്ച് എന്ന് പറയുന്നത് ആരുടെയും ഒരു പ്രത്യേക ഇടമല്ല, ആർക്കും വരാവുന്ന ഒരിടമാണ്. ചർച്ച് ഈസ് നോട്ട് എ മ്യൂസിയം, വന്ന് കണ്ട് എല്ലാം പോകാനും ഒക്കെ ഉള്ള ഇടമല്ല, ഹായ് പറഞ്ഞു പോകാനുള്ള ഇടമല്ല. ബട്ട് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ. ചർച്ച് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ. വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് എ ഹോസ്പിറ്റൽ? ഇൻ എ ഹോസ്പിറ്റൽ വി ഗെറ്റ് ഹീലിംഗ്. നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നിടമാണ് ഹോസ്പിറ്റൽ. ഒരു സഭയിൽ സഭാമക്കൾ അന്യോന്യം സംസാരിച്ചാൽ അവൻ്റെ മുറിവിൻ്റെ ആഴം കൂട്ടാനല്ല ശ്രമിക്കേണ്ടത്, അവൻ്റെ മുറിവ് ഉണക്കാനായിട്ട് ശ്രമിക്കണം. ഒരുവനെ ഒരു വാക്കുകൊണ്ട് നാം എന്തെങ്കിലും പറഞ്ഞാൽ അവൻ്റെ മുറിവിന് നാം സൗഖ്യം കൊടുക്കുന്ന അനുഭവമായിരിക്കണം ഉണ്ടാകേണ്ടത്. അവൻ്റെ എരുതി പോലെ എരിയുന്ന ജീവിതാനുഭവങ്ങളെ കെടുത്തുന്ന തണുപ്പിൻ്റെ വാക്കുകൾ വേണം നമ്മൾ പകർന്നു കൊടുക്കാൻ. അവനെ സാന്ത്വനപ്പെടുത്തുന്ന വാക്കുകൾ വേണം നാം പങ്കുവയ്ക്കാൻ. ഇറ്റ്സ് എ റൂം ഓഫ് ബിലോങ്ങിങ്. അതുകൊണ്ട് ചർച്ച് മക്കളായിട്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ചർച്ച് ഈസ് നോട്ട് എ മ്യൂസിയം, ബട്ട് ഇറ്റ് ഈസ് എ ഹോസ്പിറ്റൽ വിച്ച് പ്രൊവൈഡ്സ് ദ റിയൽ ഹീലിംഗ് to every person, every member in that church. So how can we celebrate the love of Christ? Love is celebrated when everyone finds a place to belong. ഈ ചർച്ചിൽ എല്ലാവരും ഒരു സ്ഥലം കണ്ടെത്തുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ ചെകുത്താൻ്റെ കോട്ടയാണ്. ആരും മാറ്റി നിർത്തപ്പെടാതെ എല്ലാവർക്കും ഒരിടം നമ്മുടെ കൂട്ടായ്മയിൽ ലഭിക്കുമ്പോഴാണ് അത് ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് മാറുന്നത്. റൂം ഓഫ് ബിലോങ്ങിങ്, റൂം ഓഫ് ബിലോങ്ങിങ്. തേർഡ്ലി, മൂന്നാമതായിട്ട് ആ വാസസ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ റൂം ഓഫ് കമ്മ്യൂണിയൻ. ഇറ്റ്സ് എ റൂം ഓഫ് കമ്മ്യൂണിയൻ. കൂട്ടായ്മയുടെ വാസസ്ഥലമാണ് കർത്താവിൻ്റെ വാസസ്ഥലം, കൂട്ടായ്മയുടെ വാസസ്ഥലം. എ റൂം ഈസ് മെന്റ് ഫോർ റിലേഷൻഷിപ്പ്, നോട്ട് ഐസൊലേഷൻ. ഒറ്റപ്പെട്ട് തനിപ്പിടുത്തത്തിൻ്റെ ഇടമല്ല സഭ. സഭയെന്ന് പറയുന്നത് ബന്ധങ്ങളുടെ ഇടമാണ്. ആർക്കും ആരോടും പങ്കുവയ്ക്കത്തക്ക രീതിയിൽ ഒരു തുറവിയുടെ അനുഭവമാണ് സഭ. എത്ര പേര് നമ്മളോട് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ പറയും. ചിലരോടൊക്കെ ചിലത് പറഞ്ഞാൽ മലയാള മനോരമയിൽ അടിച്ചിറക്കിയ ഇത്രയും പെട്ടെന്ന് പോകുകയില്ല.
അല്ലെ ഓൺലൈൻ മീഡിയയിലിട്ട് ഇത്ര പെട്ടെന്ന് പബ്ലിഷ് ആകത്തില്ല. ഇങ്ങനെ അങ്ങ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അതൊരു ബന്ധങ്ങളുടെ ഇതാണ്. എൻ്റെ വേദന ഞാൻ എൻ്റെ വേദനയായി എങ്ങനെ കാണുന്നോ അതുപോലെ മറ്റുള്ളവൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും കാണുന്നവരാണ്. ആർക്കും എന്നോട് എന്തും പങ്കുവയ്ക്കാം, ആർക്കും എന്തും എന്നോട് പങ്കുവയ്ക്കാം. അത്രമാത്രം തുറവിയുള്ള വ്യക്തിയാണ് ഞാൻ എന്നുള്ള അർത്ഥം. റൂം ഓഫ് കമ്മ്യൂണിയൻ. എ റൂം ഈസ് മെൻ ഫോർ റിലേഷൻഷിപ്പ്, നോട്ട് ഐസൊലേഷൻ. ഒറ്റയ്ക്ക് വന്ന് ആരാധനയെ പങ്കെടുത്തിട്ട് ആരോടും മിണ്ടാതെ കടന്നു പോകുന്ന അനുഭവമല്ല. ആരാധനയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ മറ്റുള്ളവരോട് സ്നേഹബന്ധം പുലർത്തുന്ന അനുഭവമാണ്. എന്തിനാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ കയ്യസൂരി പങ്കുവയ്ക്കുന്നത്? നമ്മൾക്ക് ആ ഒരു സ്നേഹബന്ധമില്ലെങ്കിൽ യു ഹാവ് നോ എലിജിബിലിറ്റി ടു പാർട്ടേക്ക് ഇൻ ദിസ് ഹോളി കമ്മ്യൂണിയൻ. അതിനാണ് ആ സ്നേഹബന്ധമാണ്. ചർച്ച എന്ന് പറയുന്നത് ഒരു പബ്ലിക് ക്ലബ്ബല്ല, വന്നു പോയി രസിച്ചു പോകുന്ന ഒരിടമല്ല. ബന്ധങ്ങളുടെ ഒരിടമാണ് സഭ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെൻ ഫോർ റിലേഷൻഷിപ്പ്, നോട്ട് ഐസൊലേഷൻ. ഫാദേഴ്സ് ഹൗസ് ഈസ് റിലേഷണൽ. ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. വി ക്യാൻ സീ എ പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് there. Oneness in threeness and threeness in oneness. Trinity, that is the peculiarity of Holy Trinity. Father, Son and Holy Spirit. എല്ലാ സാക്രമെൻറ്റിലും നമ്മൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വാഴ്ത്തുന്നത് അതാണ്. വിവാഹ കൂദാശയ്ക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് അവരെ ഒന്നിപ്പിക്കുന്നത്. ഏത് കൂദാശയ്ക്കും നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റ് അതാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? അതിനുള്ളിൽ വേർപിരിക്കാനാവാത്ത ഒരു ബന്ധമുണ്ട്. അതാണ് ചർച്ചിൻ്റെ ഒരു അടിസ്ഥാന വിശ്വാസം. Father, Son and Holy Spirit, we cannot separate that. That a kind of relationship should have in your church relationship. നിങ്ങളുടെ സഭാബന്ധങ്ങളിലും അതുപോലത്തെ ഒരു ബന്ധമുണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. So believers living in fellowship, worship, sacraments, and they should have mutual care. How can we celebrate the love of Christ? We can celebrate the love of Christ by living in communion with God and one another. ദൈവത്തെ മതി, മനുഷ്യരെ വേണ്ട. That is not the real Christian life. When we see the cross, you can see a vertical line as well as horizontal line. Jesus Christ hold a relationship with Father, that is a vertical. At the same time, he hold a thorough relationship with fellow beings. മനുഷ്യരുമായിട്ടും ബന്ധം കാത്തു സൂക്ഷിച്ചു. അതാണ് ക്രോസ്. ക്രോസിൽ കാണുന്നത് അതാണ്. അതുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ പായിക്കുന്നെങ്കിൽ അവൻ കള്ളനാകുന്നു എന്നാണ് പറയുന്നത്. ഞാനല്ല പറയുന്നത്, വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് റിലേഷൻഷിപ്പിന് വലിയ പ്രാധാന്യം ഉണ്ട്. How can we celebrate the love of Christ? We can celebrate the love of God by living in communion with God and one another. നാലാമതായി ആ റൂമിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ റൂം ഓഫ് പ്രിപ്പറേഷൻ. ഇതൊരുക്കത്തിൻ്റെ വാസസ്ഥലമാണ്. റൂം ഓഫ് പ്രിപ്പറേഷൻ. റൂം ഓഫ് പ്രിപ്പറേഷൻ. 5 പോയിന്റും പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. റൂം ഓഫ് പ്രിപ്പറേഷൻ, ഒരുക്കം, ഒരുക്കത്തിൻ്റെ വാസസ്ഥലമാണ്. കർത്താവ് ഇവിടെ പറയുന്നു, ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലമൊരുക്കാൻ പോകുന്നു. ഐ ഗോ ടു പ്രിപ്പയർ എ പ്ലേസ് ഫോർ യു. ദീസ് റൂംസ് ആർ പ്രിപ്പയർഡ് ത്രൂ ക്രൈസ്റ്റ് സാക്രിഫിഷ്യൽ ലവ്. വേറൊന്നിനാലും അല്ല. ചർച്ചിലെ ഈ കമ്മ്യൂണിയൻ, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് പണത്തിൻ്റെ മേലിൽ കെട്ടിപ്പൊക്കിയ ഒരു ബന്ധമല്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും വ്യക്തികളാൽ റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ബന്ധമല്ല. ഈ ലോകത്തിലെ പദവി കൊണ്ടോ പത്രാസ് കൊണ്ടോ നേടിയെടുക്കുന്ന ഒരു ബന്ധമല്ല. നോട്ട് ബൈ ദ പ്രിവിലേജസ് ആൻഡ് ഓണർ ഓഫ് ദിസ് വേൾഡ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ബന്ധം, ഈ ഒരു സ്ഥലം ഒരുക്കപ്പെട്ടത്? ദ സാക്രിഫിഷ്യൽ ലവ് ഓഫ് ക്രൈസ്റ്റ്. ജീവിതത്തെ വെറുമയാക്കി, ജീവനെ വെറുമയാക്കി കാൽവറി ക്രൂശിൽ പാപികളുടെ നവോത്ഥാനത്തിന് വേണ്ടി, പാപികളുടെ ഉണർവിന് വേണ്ടി, പാപികളുടെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ രക്തത്തെ ഒഴുക്കിയ
താൻ തന്നെ യാഗമാക്കി ആയിത്തീർന്ന കർത്താവിൻ്റെ നിസ്തുല്യമായ സ്നേഹമാണ് സഭയെന്നുള്ള മണവാട്ടിയുടെ ഏകയോഗ്യത. As a bride of Christ, we are awaiting for his second coming, for that wedding. അല്ലേ? സഭയെന്ന് പറയുന്ന മണവാട്ടി കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ്? തന്നെ സാക്രിഫിഷ്യൽ ലവിൽ കൂടെ വീണ്ടെടുത്ത തൻ്റെ മണവാളനായ കർത്താവ് വീണ്ടും വരും. അതിനുവേണ്ടി കാത്തിരിക്കുക. We are preparing. As a bride, we are preparing to await our bridegroom, Jesus Christ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വീണ്ടെടുത്തത് എങ്ങനെയാണ്? സാക്രിഫിഷ്യൽ ലവോടെയാണ്. അഗപ്പെ, ദൈവികമായ സ്നേഹം, കൊടുക്കുന്ന സ്നേഹത്തിലൂടെ. ത്രൂ ഹിസ് ക്രോസ് ആൻഡ് ത്രൂ ഹിസ് റിസറക്ഷൻ. സോ ചർച്ച് ഈസ് എ പ്രിപ്പയർഡ് പ്ലേസ് ആൻഡ് ഓൾസോ ആൻഡ് ഇറ്റ്സ് പ്രിപ്പയറിംഗ് പീപ്പിൾ. നിത്യതയ്ക്ക് വേണ്ടി മനുഷ്യരെ ഒരുക്കുന്ന ഇടമാണ് എന്ത്? ചർച്ച്. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. ചർച്ച് ഈസ് പ്രിപ്പയറിംഗ് പീപ്പിൾ ഫോർ ഇറ്റേണിറ്റി, ഇറ്റേണൽ ലൈഫ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. ഇതാ ഒരുക്കത്തിൻ്റെ സ്ഥലമെന്ന് പറയുന്നത്. ഒരുക്കം എന്നൊക്കെ പറയുമ്പം ഈ മേക്കപ്പിൻ്റെ ആ ഒരുക്കമല്ല. ഈ ഒരുക്കമെന്ന് പറയുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു ഒരുക്കം, അതിനുവേണ്ടി നമ്മളെ തയ്യാറാക്കുന്ന ഇടമാണ് സഭ. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതേതോ കാണപ്പെടാത്തൊരു ഇടമല്ല. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഇഫ് ഐ ക്യാൻ കീപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് മൈ ക്രൈസ്റ്റ്, വെൻ ഐ പ്രേ ഹി ഈസ് റെഡി ടു ഹിയർ. ദാറ്റ് എ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്കിടയാകും. സോ എങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുന്നത്? The Christ love is celebrated when our lives are shaped by Christ. ഈ സ്നേഹത്തിനാൽ എൻ്റെ ജീവിതം രൂപപ്പെടുമ്പോഴാണ്, ഞാൻ രൂപപ്പെടുന്ന സമയത്താണ് എനിക്ക് എന്ത് ചെയ്യുന്നത്? ഈ കർത്താവിൻ്റെ സ്നേഹം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്നെ ടച്ച് ചെയ്യത്തേയില്ല. ഈ ചേമ്പിലയുടെ പുറത്ത് വെള്ളം വീഴുന്ന പോലെ അങ്ങ് പോകും. Love is celebrated, his love is celebrated when our lives are shaped by that love of Christ. ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ എൻ്റെ ജീവിതം രൂപാന്തരപ്പെടുമ്പോഴാണ്. നമ്മളിന്ന് പാട്ടുപാടിയാണല്ലോ തുടങ്ങിയത്. സഭയ്ക്കേക അടിസ്ഥാനം തൻ കാന്തനാം ക്രിസ്തു. അതിനെ വീണ്ടെടുത്തതാണ് കർത്താവ് എന്ന പാട്ടിൽ മുഴുവൻ പറയുകയാണ്. അതിനെ സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടണം. ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു. ഒരപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് നശിപ്പിച്ച് കളയാനല്ല, ഒന്ന് പോളിഷ് ചെയ്യാനാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ വെൻ വി ആർ എക്സ്പീരിയൻസിങ് വേരിയസ് experiences in our life, we are believing that Christ is molding me and reforming me and transforming me. അവൻ്റെ സ്നേഹത്തിൽ രൂപപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഏറ്റവും അവസാനമായിട്ടൊരു കാര്യം കൂടി പറയാം. ഇറ്റ്സ് എ റൂം ഓഫ് ഡിറക്ഷൻ. അത് യഥാർത്ഥത്തിലുള്ള ഒരു ദിശ ലഭിക്കുന്ന ഒരു വാസസ്ഥലമാണ്, ഒരു ഗൈഡൻസ്. ഇറ്റ്സ് എ റൂം ഓഫ് മാർഗനിർദ്ദേശം ലഭിക്കുന്ന ഒരു വാസസ്ഥലമാണ്, റൂം ഓഫ് ഡിറക്ഷൻ. കർത്താവ് പറയുന്നുണ്ട് ഇവിടെ, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാനാണ് വഴിയും സത്യവും. കർത്താവെ നീ എങ്ങോട്ട് പോകുന്നു? തോമാസാണ് ചോദിച്ചത്. കർത്താവിനോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കും പുള്ളി ചാടിക്കേറി. കർത്താവിനെ ഞാൻ തൊടാതെ ഞാൻ വിശ്വസിക്കത്തില്ല. നീയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കണമെങ്കിൽ ഞാൻ അവൻ്റെ പുറപ്പാടുകളെ സ്പർശിക്കണം. എന്നിട്ട് അദ്ദേഹം നടത്തിയ ഒരു വലിയ കൺഫെഷനാണ്, തോമസ് കൺഫെഷനാണ്. നമുക്കറിയാം, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. പ്രകാരം കർത്താവിനെ അടുത്തറിയുകയും ആത്മീയ സത്യങ്ങളുടെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാവണം ഇന്ത്യയിൽ അദ്ദേഹം വന്നത്. അത്രയും ബുദ്ധിമുട്ട് സഹിച്ച് അദ്ദേഹം യാത്ര ചെയ്തത്, ഒരുപാട് വെല്ലുവിളികളെ അദ്ദേഹം അതിജീവിച്ചത് യഥാർത്ഥത്തിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാവണം. ഇവിടെ കർത്താവ് പറയുകയാണ്, ഐ ആം ദ വേ, ദ ട്രൂത്ത്
and the life. So that these rooms are not reached by human effort, but through Christ. ഇത് ഈ വഴിയിൽ കൂടെ ചെല്ലുക എന്ന് പറയുന്നത്, ഈ വഴി എങ്ങനെ ചെല്ലാം? ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ, ഡയറക്ഷൻ എന്ന് പറയുന്നത് കർത്താവാണ്. ദീസ് റൂംസ്, ഈ വാസസ്ഥലങ്ങളിൽ എങ്ങനെ ചെല്ലാം? ദീസ് റൂംസ് ആർ നോട്ട് റീച്ച്ഡ് ബൈ ഹ്യൂമൻ എഫേർട്സ്, ബട്ട് ത്രൂ ക്രൈസ്റ്റ്, എ വേ ഓഫ് ലിവിങ്. He is the doorway, He is the path, and He is the destination. He is the doorway, He is the path, and He is the destination. So how can we celebrate His love? We can celebrate His love by guiding people to Christ, the way of life. നമ്മൾ അനുഭവിച്ച ഈ പാതയിൽ കൂടെ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്നേഹം ആഘോഷിക്കാൻ. നമ്മളെന്ന് പറഞ്ഞ് ചർച്ച് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലവ്. How can we celebrate that celebration of that love? We can celebrate that love while guiding other people through that path. മറ്റുള്ളവരെ ആ വഴിയിൽ കൂടെ ഗൈഡ് ചെയ്ത് നമുക്ക് അത് ആഘോഷിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ആ വഴിയിൽ കൂടെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഈ എൻ്റെ പിതാവിൻ്റെ അടുക്കൽ, ഭവനത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. എന്താണ് ആ വാസസ്ഥലങ്ങളുടെ പ്രത്യേകത? ഇറ്റ്സ് എ റൂം ഓഫ് അഷുറൻസ്, ഇറ്റ്സ് എ റൂം ഓഫ് ബിലോങ്ങിങ്, ഇറ്റ്സ് എ റൂം ഓഫ് കമ്മ്യൂണിയൻ, ഇറ്റ്സ് എ റൂം ഓഫ് പ്രിപ്പറേഷൻ, ഇറ്റ്സ് എ റൂം ഓഫ് ഡിറക്ഷൻ. അല്ലേ? ലോകപ്രകാരമുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചല്ല പറയുന്നത്. അങ്ങനാണെങ്കിൽ മഞ്ഞുള്ള സമയത്ത് ഒരിടം അന്വേഷിച്ച് ഇങ്ങനെ വഴിയമ്പലത്തിലൊക്കെ ഇങ്ങനെ കർത്താവ് നടക്കുകയായിരുന്നു. ഇന്നും നമ്മുടെ ഉള്ളിൽ ഇടത്തിനായിട്ട് അവൻ അനുവദിക്കുകയാണ്. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, അല്ലേ? നമ്മൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ്. ഇഫ് യു ആർ വില്ലിങ്, യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ദാറ്റ് ഈസ് ദ റിയൽ ചർച്ച് എക്സ്പീരിയൻസ്. ദാറ്റ് ഈസ് ദ റിയൽ എക്സ്പീരിയൻസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഗോഡ്. അപ്രകാരം കർത്താവിൻ്റെ വാസസ്ഥലത്തിൻ്റെ മേന്മയും ശ്രേഷ്ഠതയും സന്തോഷവും സമാധാനവും അനുഭവിച്ച് ആ സ്നേഹം നമുക്ക് ആഘോഷിക്കാം. പ്രാർത്ഥിക്കാം.